രാത്രി ഒരു 8-9 മണിക്കൂർ വീണ് ഞങ്ങളെല്ലാവരും പാടെ പിടിച്ചെണീപ്പിച്ച് അവൻ്റെ വണ്ടിയാകെ പൊടിയായി പരിക്കൊക്കെ പറ്റി. എന്നിട്ട് ഞങ്ങൾ രാത്രി ചെയ്താണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കും, എന്നാലും ആരും മൈൻഡ് ആക്കില്ല. തൊട്ട് മുമ്പ് ഒരു പമ്പും, എന്നാലും പമ്പരെ എത്തിച്ചിട്ട് നോക്കാം. അവര് കുറെ മണ്ണ് വാരിക്കും. പറഞ്ഞു 4-5 പോലെ എണ്ണിയായിരുന്നു. 4-5 ഒരുപാട് പെണ്ണുങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അറിയാതെ അങ്ങ് വീണ് പോവുക. എന്ത് പറ്റിയാലും സഹിച്ചോളാം, അല്ലാതെ ഒരു നിവൃത്തിയില്ല. അപ്പൊ അതിനൊരു പരിഹാരം കാണണം. പ്രിയമുള്ളവരെ നമസ്കാരം. ഹാരിസ് അഡാലത്താണ്. നാടുകാണി പരപ്പനങ്ങാടി റോഡ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ എടക്കര മുപ്പിനി പെട്രോൾ പമ്പിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ചതിക്കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഒരുപാട് സ്കൂട്ടി യാത്രക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഈ കുഴിയിലൊക്കെ വീണ് അപകടം ഉണ്ടായിട്ടുള്ളത്. 6ഓളം വാഹനങ്ങൾ ഇന്നലെ ഈ കുഴിയിൽ വീണിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗത്തുള്ള ആളുകൾ അറിയിച്ചത്. കുഴി ഒരുപാട് കാലമായിട്ട് ഉള്ള ഒരു കുഴിയാണ്. അത് ഈ ഭാഗത്തുള്ള ജനപ്രതിനിധികളെ അറിയിച്ചിട്ടും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടൊന്നും കൃത്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് ഇനി ഈ കുഴിയിൽ ആരെങ്കിലും വീണ് മരിക്കേണ്ടി വരും ഈ കുഴി അടക്കാൻ എന്നുള്ളതാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ഇത്തരം കുഴികൾ അടക്കാനുള്ള പദ്ധതികൾ കാണേണ്ടതുണ്ട്. അതിനുവേണ്ടി PWDയുടെയും അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂരിൻ്റെ നിയുക്ത MLAയുടെയൊക്കെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ ജീവന് ഭീഷണിയാവുന്ന ഇത്തരം കുഴികൾ എത്രയും പെട്ടെന്ന് അടച്ചുകൊണ്ട് നാട്ടുകാരോട് നീതി പുലർത്തണമെന്നാണ് അറിയിക്കാനുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് അധികാരികളിലേക്ക് എത്തിക്കുക. ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ചും പുറത്തുള്ള ആളുകളാണ്, ഊട്ടിയിലേക്കും മൈസൂരിലേക്കൊക്കെ പോകാൻ വേണ്ടി വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നിലമ്പൂർ ഏകദേശം മഞ്ചേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കുഴികളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പതുക്കെ അവനവൻ്റെ ജീവൻ സംരക്ഷിച്ചു കൊണ്ടുവരിക.